Hello all. Welcome to Edfil Learning PSC Kerala Renaissance webinar. എല്ലാവരും എക്സാം ഒക്കെ എടുത്തിരിക്കുകയാണ്. പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ഇത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേരള റിനൈൻസൻസ് എന്ന് പറയുന്ന ഏരിയ ആണ്. കേരള റിനൈൻസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ അതായത് ചെറിയ ക്ലാസ് മുതലേ കണ്ട് അതുപോലെ തന്നെ കേട്ട് പഠിച്ചിട്ടുള്ള കുറെ ലീഡേഴ്സിനെ പറ്റി നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓരോരുത്തരെയും നിങ്ങൾക്ക് അറിയാം, എന്നിരുന്നാലും ഒന്ന് രണ്ട് ലീഡേഴ്സ് നിങ്ങൾക്ക് പുതുതായിട്ട് കേൾക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ലീഡേഴ്സ് എന്ന് പറയുമ്പം വിമൻ ലീഡേഴ്സും ഇതിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. വിമൻ ലീഡേഴ്സ്, അതേപോലെ തന്നെ മൂവ്മെന്റ്സ്, സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ഇങ്ങനെയുള്ള കുറച്ച് മൂവ്മെന്റ്സും സ്ട്രഗിൾസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ദ റോൾ ഓഫ് പ്രസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു പീരീഡ് ആയാലും അതില് ആ ഒരു പ്രസിന്റെ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റിനൈൻസൻസ് ഏരിയയിൽ നോക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ആണ്. നമുക്കറിയാം അല്ലെ, ഫാദർ ഓഫ് കേരള റിനൈൻസൻസ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈൻസൻസ് എന്ന് പറയുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. ശ്രീനാരായണ ഗുരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇയേഴ്സ് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഇയേഴ്സ് പഠിക്കണം. 1856 to 1928 വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു പീരിയോഡൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ലീഡറാണ്. ഏറ്റവും പെർട്ടിക്കുലർ ആയിട്ട് ഓരോ ലീഡർ നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ലീഡർ ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് ഏത് കമ്മ്യൂണിറ്റി അല്ലെ ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് നെയിം നമുക്കറിയാം അല്ലെ, നാണു എന്നായിരുന്നു. അദ്ദേഹം ജനനസമയത്ത്, അതായത് 1856 അദ്ദേഹത്തിന്റെ ജനന വർഷം. അദ്ദേഹം ജനന സമയത്ത് ട്രാവൻകൂർ റൂളർ ആരായിരുന്നു എന്ന് കൂടെ ഓർമ്മിക്കാം. അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് ട്രാവൻകൂറിലെ ഭരണാധികാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സമാധിയായത് 1928. ആ ഒരു സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് വൈറ്റ് ഡ്രസ് ആയിരുന്നു. ചോദിക്കാം, ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സമാധിയാവുന്ന ഒരു വേളയിലും അതേപോലെ അദ്ദേഹം ആദ്യത്തെ ശ്രീലങ്കൻ സന്ദർശനം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. ഏത് നിറത്തിലുള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്, അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. സമാധിയാവുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമായിരുന്നുവെങ്കിൽ അദ്ദേഹം ശ്രീലങ്കൻ ദർശനം, അതായത് അദ്ദേഹം വിസിറ്റ് ചെയ്ത ഒരേ ഒരു ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീലങ്കയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് കാവി വസ്ത്രമായിരുന്നു. സഫോൺ ഡ്രസ് ആയിരുന്നു അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം അല്ലെ, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ഓരോ വിദ്യകളും അഭ്യസിച്ചിട്ടുള്ളത് ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ്. അതുപോലെ തന്നെ തൈക്കാട് അയ്യയുണ്ട്, അത് പേട്ടയിൽ രാമൻ പിള്ള ആശാനുണ്ട്. ഇങ്ങനെ ഓരോ ഗുരുക്കന്മാരും അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാര് പ്രൊവൈഡ് ചെയ്തു, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ലീഡേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴും ഓരോ മീറ്റിംഗ്സുകളുണ്ട്. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവിനെ കണ്ടതും കുമാരനാശാനെ കണ്ടതും അങ്ങനെ ധാരാളം മീറ്റിംഗ്സുകൾ അതുവരെ എവിടെ വെച്ച് കണ്ടോ, അതുപോലെ തന്നെ ആ ഇയർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഇയറും മീറ്റിംഗ്സും അതുപോലെ തന്നെ ആരെ കണ്ടു എന്നുള്ള കാര്യവും മീറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരുവുമായിട്ട്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് SNDP എന്ന് പറയുന്നത് അല്ലെ. 1903 അറിയാം, 1903 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 1903 മെയ് 15-നാണ് SNDP രൂപീകൃതമാകുന്നത്. ഓക്കെ, 1903 മെയ് 15-നാണെന്നൊക്കെ നമുക്കറിയാം. മലയാള മാസം കൂടെ ഒന്ന് ഓർമ്മിക്കുക. മലയാള മാസം ഇടവ മാസത്തിലാണ്. കൊല്ലവർഷം 1078 ഇടവം 2-നാണ് SNDP രൂപീകൃതമാകുന്നത്. അതുപോലെ തന്നെ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് ഒന്നുകൂടെ ഓർമ്മിക്കുക. ഏതാണ് അത്? വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. എന്താണ്? വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, വാവൂട്ട് യോഗം. ഡോക്ടർ പൽപുവിന്റെ ഇൻസ്പിറേഷൻ പ്രകാരമാണ് ശ്രീനാരായണ ഗുരു SNDP രൂപീകൃതമാകുന്നത്. അങ്ങനെ ഓരോ സംഘടനകളും നമ്മൾ ഇവിടെ പഠിക്കുമ്പോഴും ഓരോ സംഘടനയുടെയും ആദ്യത്തെ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, അങ്ങനെ ഓരോ പോസ്റ്റുകളും നമുക്ക് പഠിക്കാറുണ്ട്. ആ പോസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. SNDPയുടെ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ആദ്യത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് കുമാരനാശാൻ, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു ആയിരുന്നു. അങ്ങനെ ഒട്ടനവധി പോസ്റ്റുകൾ നമുക്ക് ഓരോ സംഘടനയും പഠിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം മൗത്ത് പീസ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം. മൗത്ത് പീസ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, അതെന്താണ്? മുഖപത്രമാണ്. സോ SNDPയുടെ മുഖപത്രമാണ് എന്ത്? വിവേകോദയമായിരുന്നു SNDPയുടെ മുഖപത്രം. 1904 മെയ് 13-നാണ് SNDPയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മുഖപത്രത്തിന് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് കവിയായിട്ടുള്ള കുമാരനാശാനാണ്. ഓക്കെ, ഇതിനെ ഈഴവ ഗസറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ SNDPയുടെ മുഖപത്രം, SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ് അറിയാമോ? SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം, യെസ്, അത് യോഗനാഥമാണ്. SNDPയുടെ പ്രസന്റ് മൗത്ത് പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട ശിവപ്രതിഷ്ഠയാണ് അല്ലെ, അരുവിപ്പുറമാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്നത് അല്ലെ. അതുകൂടാതെ അദ്ദേഹം ജഗന്നാഥ ടെമ്പിളും ശാരദ പ്രതിഷ്ഠയും നിലവിളക്ക് പ്രതിഷ്ഠയൊക്കെ ശ്രീനാരായണ ഗുരുവുമായി അസോസിയേറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അത്തരത്തിലുള്ള ഓരോ പ്രതിഷ്ഠകളും എവിടെ വെച്ച് ഏത് വർഷം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 1916 അദ്ദേഹം ആലുവയിൽ ഒരു സംസ്കൃത സ്കൂള് സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, ഏതാണ്? 1916 അദ്ദേഹം സംസ്കൃത സ്കൂള് ആലുവയിൽ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ അത് കൂടാതെ നാരായണ സേവാ സമാജം കാഞ്ചീപുരത്തും സ്ഥാപിക്കുന്നത്. എന്താണ്? നാരായണ സേവാ സമാജം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീലങ്കയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരുന്നു അദ്ദേഹം ശ്രീലങ്ക വിസിറ്റ് ചെയ്തത്? ശ്രീലങ്ക വിസിറ്റ് ചെയ്തിട്ടുള്ളത് 1918 ആ സമയത്ത് ശ്രീനാരായണ ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് സത്യവ്രതനാണ്. അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള സത്യവ്രതനാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് കാവി നിറത്തിലുള്ള വസ്ത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം ശ്രീലങ്കയിൽ എത്തിയിട്ട് ശ്രീലങ്കയിലെ സിലോൺ വിജ്ഞാനോദയ യോഗം രൂപീകരിക്കുന്നുണ്ട്. എന്താണ്? സിലോൺ വിജ്ഞാനോദയ യോഗം അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് നിലവിളക്ക് പ്രതിഷ്ഠ പറഞ്ഞു അല്ലെ. നിലവിളക്ക് പ്രതിഷ്ഠ എവിടെയാ? കാരമുക്ക്, തൃശ്ശൂരിലെ കാരമുക്ക് ക്ഷേത്രത്തിൽ 1920 അദ്ദേഹത്തിന്റെ നിലവിളക്ക് പ്രതിഷ്ഠ അദ്ദേഹം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്, മറ്റൊരു പോയിന്റ് ആണ് സർവമത സമ്മേളനം അല്ലെ. യൂണിവേഴ്സൽ റിലീജിയസ് കോൺഫറൻസ് എന്ന് പറയും. ഏത് വർഷമാണ്? 1924 ഇത് നമുക്കറിയാം, വർഷം അറിയാം. അതുപോലെ തന്നെ യൂണിവേഴ്സൽ റിലീജിയസ് കോൺഫറൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ പ്രിസൈഡ് ചെയ്തത് ആരാണ്? ഇതിനെ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ടി സദാശിവ അയ്യറാണ്. ഇതിനെ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടി സദാശിവ അയ്യർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മീറ്റിങ്ങുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അദ്ദേഹം ഗാന്ധിജിയെ വിസിറ്റ് ചെയ്യുന്നത്. 1925 അദ്ദേഹം ഗാന്ധിജിയെ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗാന്ധിജി അദ്ദേഹത്തെ കണ്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ, ഗാന്ധിജിയുടെ കൂടെ സി രാജഗോപാലാചാരി, EVR അല്ലെ, EV രാമസ്വാമി നായ്ക്കർ, മഹാദേവ് ദേശായി എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് N കുമാരനായിരുന്നു. മറ്റൊരു ട്രാൻസ്ലേഷനും കൂടെ നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഏരിയ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാറുണ്ട്. ആർക്കെങ്കിലും അറിയാമെന്ന്
വിചാരിക്കുന്നു. ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. എവിടെയോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ട്രാൻസ്ലേഷനും കൂടെ ഇവിടെയുണ്ട്. ഓക്കെ, യെസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സ്ലോഗൻ വൺ കാസ്റ്റ് വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ ഓൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ സെക്കൻഡ് വിസിറ്റ്, അദ്ദേഹം അഗെയിൻ ശ്രീലങ്ക വിസിറ്റ് ചെയ്യുന്നുണ്ട്. 1926 അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ശ്രീലങ്കൻ വിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. ആൻഡ് യെസ്, മഹാത്മാ അയ്യങ്കാളിയാണ് നെക്സ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാനുള്ള ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 1863 1914 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വില്ലുവണ്ടി സമരമായിരിക്കും, അഥവാ ബുള്ളോക്കാർട്ട് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 1893 ബുള്ളോക്കാർട്ട് പ്രൊട്ടസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നത്, ശ്രദ്ധിക്കുക. 1893 ബുള്ളോക്കാർട്ട് പ്രൊട്ടസ്റ്റ് അഥവാ വില്ലുവണ്ടി സമരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വില്ലുവണ്ടി അദ്ദേഹം പർച്ചേസ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. ശ്രദ്ധിക്കുക, തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അദ്ദേഹം വില്ലുവണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, അതുപോലെ തന്നെ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ 1900 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1907 അദ്ദേഹം രൂപീകരിച്ച സാധുജന പരിപാലന സംഘം അഥവാ SJPS എന്ന് പറയും. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ SJPS. ഓക്കെ, ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രൂപീകരിച്ചതാണ് സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രൂപീകരിച്ചത് SNDPയുടെ മാതൃകയിലായിരുന്നു. SNDPയുടെ മാതൃകയില് വെങ്ങാനൂർ കേന്ദ്രമാക്കിയാണ് അദ്ദേഹം സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു SNDPയുടെ മൗത്ത് പീസ് എന്തായിരുന്നു, വിവേകോദയമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സാധുജന പരിപാലിനി എന്നാണ് SJPSന്റെ മുഖപത്രം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതാണ് സാധുജന പരിപാലിനി? അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1913 ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യങ്കാളിയെ SPS എന്ന് പറയുന്ന ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏത് വർഷമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? 1911 ഡിസംബർ 5 അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു ശ്രീമൂലം പ്രജാസഭയിലേക്ക് അല്ലെങ്കിൽ SPS തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? അയ്യങ്കാളി എന്ന് പറഞ്ഞിരിക്കുന്നത്. 1911 ഡിസംബർ 5. 1911 ഡിസംബർ 5 അദ്ദേഹത്തെ സെലക്ട് ചെയ്യപ്പെടുന്നെങ്കിലും അദ്ദേഹം ആദ്യമായിട്ട് ആ ഒരു SPS അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1912 അദ്ദേഹം ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭയെ അഡ്രസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അവിടുന്ന് വീണ്ടും രണ്ടാമത്തെ വർഷം 1914 അദ്ദേഹം SPS അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പെർമനന്റ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് കിട്ടുകയാണ്. ഏകദേശം 28ഓളം വർഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് പുലയ കിങ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. ആൻഡ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് സൺ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ എന്നൊക്കെ നമ്മള് പൊതുവെ കേട്ടിട്ടുള്ള പേരാണ് ചാവറയച്ചൻ. 1805 1871 അദ്ദേഹത്തിന്റെ പീരിയോഡൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. CMI ഇന്ത്യയിലെ ഫസ്റ്റ് ക്രിസ്ത്യൻ പ്രീസ്റ്റ് കമ്മിറ്റിയാണ് CMI എന്ന് പറഞ്ഞിരിക്കുന്നത്. 1805 ജനിച്ച കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് CMI സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോയിന്റ്.
കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്ന രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദേവദാസൻ എന്ന പേരിലും, അതുപോലെ തന്നെ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ലീഡറാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ അതായത് ഫോറിൻ സപ്പോർട്ട് ഇല്ലാതെ ആദ്യമായിട്ട് ഇവിടെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുന്നതും അദ്ദേഹത്തിന്റെ എഫേർട്ടിനാലാണ്. 1846 അദ്ദേഹം മാന്നാനത്ത് എന്ത് ചെയ്യുന്നത്, പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കുന്നത്. അതായത് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് ആണെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ്. അറ്റ് ദ സെയിം ടൈം കേരളത്തില് സ്ഥാപിതമാക്കുന്ന, അതായത് കേരളത്തിലെ ഫോറിൻ സപ്പോർട്ട് ഇല്ലാതെ സ്ഥാപിതമാക്കുന്ന ആദ്യത്തെ പ്രസ്സാണ് മാന്നാനത്ത് അദ്ദേഹം സ്ഥാപിക്കുന്നത്. 1846 ഓർമ്മിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പ്രസ്സില് പബ്ലിഷ് ചെയ്യപ്പെട്ട പ്രിന്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ബുക്കാണ് ജ്ഞാന പീയൂഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാന പീയൂഷമാണ് ആ ഒരു പ്രസ്സില് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അമലോത്ഭവ ദാസ സംഘവും ചാവറ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മിഡ് ഡേ മീലിലെ അതിനെ അദ്ദേഹം ഏർലിയസ്റ്റ് ഒരു കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ചാവറ അച്ഛനായിരുന്നു. അതിന് പറയുന്ന പേരാണ് പിടിയരി സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പിടിയരി സമ്പ്രദായം അഥവാ പിടിയരി സിസ്റ്റം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഓരോ പള്ളിയോടൊപ്പം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾസ് സ്ഥാപിക്കുന്നുണ്ട്. അതായത് ഓരോ ചർച്ച്, അതായത് ഓരോ പള്ളിയോടൊപ്പം എന്ത് ചെയ്യുന്ന ഒരു സ്കൂൾസ് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. സോ പള്ളിക്കൂടം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പിടിയരി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അതുപോലെ തന്നെ കെട്ടുതെങ്ങ് പ്ലാൻ, അതുപോലെ തന്നെ നൂറ്റിക്കഞ്ച് പ്ലാൻ, ഇതൊക്കെ ചാവറ അച്ഛന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു സോഷ്യൽ റിഫോമർ ആണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈകുണ്ഠ സ്വാമികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് കേരള റിനയൻസൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. വൈകുണ്ഠ സ്വാമികളെ പറ്റി നോക്കാം. യെസ്, 1809 1851 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിയാമായിരിക്കും അദ്ദേഹത്തിന്റെ ഏർലി നെയിം, അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം എന്ന് പറഞ്ഞിരിക്കുന്നത് മുടിചൂടും പെരുമാൾ. പെരുമാൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവിന്റെ പേരാണ് പെരുമാൾ. അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ പേര് അദ്ദേഹത്തിന് ഇട്ടത് കൊണ്ട് ഉയർന്ന ജാതിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് നടത്തുകയും ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചെയ്യുന്നുണ്ട് ഈ ഒരു പേര് മാറ്റിയിട്ട് മുത്തുക്കുട്ടി എന്ന പേരാക്കിയിട്ട് മാറ്റുന്നുണ്ട്. മുടിചൂടും പെരുമാൾ എന്ന വൈകുണ്ഠ സ്വാമികളാണ് പിന്നീട് എന്തായിട്ട് മാറിയിട്ടുള്ളത്, മുത്തുക്കുട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്, സ്വാമിത്തോപ്പാണ് അദ്ദേഹത്തിന് ജനിച്ചിട്ടുള്ളത്. ശാസ്താംകോയിലുള്ള സ്വാമിത്തോപ്പിലാണ് അദ്ദേഹത്തിന് ജനിക്കുന്നത്. ഓക്കെ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സമത്വ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ ഓർഗനൈസേഷൻ റിഫോം മൂവ്മെന്റ് ആണ് ഈ സമത്വ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ റിഫോം മൂവ്മെന്റ് ആണ് ഈ സമത്വ സമാജം. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട നിലവിളക്ക് പ്രതിഷ്ഠ, അതുപോലെ തന്നെ ശാരദാ പ്രതിഷ്ഠ, ശിവപ്രതിഷ്ഠ ഒക്കെ പറഞ്ഞു അല്ലെ. ഇവിടെ ഈ മിറർ കോൺസെക്രേഷൻ അഥവാ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളത് ഈ വൈകുണ്ഠ സ്വാമികളിൽ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മിറർ കോൺസെക്രേഷൻ നടത്തുന്നത് വൈകുണ്ഠ സ്വാമികളിൽ നിന്നാണ്. അപ്പൊ ഈ ഫസ്റ്റ് മിറർ കോൺസെക്രേഷൻ അദ്ദേഹം നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോൺസെക്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഐഡിയ മറ്റുള്ള ലീഡേഴ്സിന് കിട്ടിയിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളുടെ അടുത്തിൽ നിന്നാണ്. 1851 അദ്ദേഹം ഇത്
സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട് ഉണ്ട്: ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്. ഇതും ശ്രീനാരായണ ഗുരുവിന്റെയും തമ്മിൽ മിക്സ് ആയി പോകരുത്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല? പൊതു കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കിണർ നിർമ്മിക്കുന്നുണ്ട്. 2 കിണറുകളുണ്ട്. ഒന്ന് മുന്തിരി കിണറും മറ്റൊന്ന് സ്വാമി കിണറും. മുന്തിരി കിണർ ആദ്യമായിട്ട് അറിയപ്പെട്ടത് അത് സവർണ കിണർ എന്നാണ് അറിയപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വാമി കിണർ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാമി തോപ്പിലാണ് അദ്ദേഹം സ്വാമി കിണർ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു യുണീക് വേ ഓഫ് ലൈഫ് ഉണ്ട്. അതിനെയാണ് അയ്യാവഴി മതം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അയ്യാവഴി മതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അയ്യാവഴി മതത്തിന്റെ സിമ്പൽ ഉണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകൾ നമുക്ക് പഠിക്കാറുണ്ട്. അയ്യാവഴി മതത്തിന്റെ സിമ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് അയ്യാവഴി മതത്തിന്റെ സിമ്പൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് അത് കമന്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ അയ്യാവഴി മതത്തിന്റെ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിട്ടുള്ള എന്താണ്? പതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ആദ്യത്തെ പതി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സ്വാമിത്തോപ്പിലാണ്. ആദ്യത്തെ പതി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പതി എന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യാവഴി മതത്തിന്റെ ക്ഷേത്രത്തെയാണ് പതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പതി എവിടെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ അമ്പലപ്പതി, താമരക്കുളം പതി, മുട്ടപ്പതി, പൂപ്പതി ആൻഡ് സ്വാമിത്തോപ്പില്, ഇത്രയാണ് അയ്യാവഴി മതത്തിന്റെ ക്ഷേത്രങ്ങൾ അഥവാ പതികൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിശാ പാഠശാലകളും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിശാ പാഠശാല അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് ഓഫ് ശിഷ്യന്മാരുണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് ശിഷ്യന്മാരെ പറയുന്ന പേരാണ് സീതർ അഥവാ പഞ്ചപാണ്ഡവാസ് എന്ന് പറയുന്നത്. സീതർ അഥവാ പഞ്ച പാണ്ഡവാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട വർക്കുകളും കൂടെ ഒന്ന് ഓർമ്മിക്കുക: അരുൾനൂലും അഖിലത്തിരട്ടും. അരുൾനൂലും അഖിലത്തിരട്ടുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർക്കുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ആൻഡ് മൂവ് ടു നെക്സ്റ്റ് ലീഡർ. അത് തൈക്കാട് അയ്യ അല്ലെങ്കിൽ സുബ്ബരായൻ എന്ന് പറയുന്ന തൈക്കാട് അയ്യ സ്വാമിയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. തൈക്കാട് അയ്യ അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് സുബ്ബരായനാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഗുരു ഓഫ് ഗ്രേറ്റ് ഗുരുസ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 1814 നഗലാപുരത്താണ് അദ്ദേഹം ജനിക്കുന്നുണ്ട്. ആൻഡ് ഹി വാസ് ദ ഗുരു ഓഫ് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു ആൻഡ് അയ്യങ്കാളി. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഗുരുവായിട്ടാണ് ആരറിയപ്പെട്ടിട്ടുള്ളത്? തൈക്കാട് അയ്യ സ്വാമി അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആ ഒരു കോട്ട് അദ്ദേഹത്തിൻ്റെതാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ. ഈ ഒരു സ്ലോഗൻ കുറച്ചുകൂടെ പോപ്പുലറൈസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവാണെന്നത് ഓർമ്മിക്കുക. അടുത്തത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികള് 1853 1924 ചട്ടമ്പി സ്വാമികളുടെ പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യെസ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യത്തെ ഗുരുവാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച് നൽകിയിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള തൈക്കാടയ്യയാണ്. തൈക്കാടയ്യയിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ വിത്തൗട്ട് സാഫ്രൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അറിയപ്പെട്ട പേരാണ് സെയിന്റ് വിത്തൗട്ട് സാഫ്രൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. 1882 ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട്. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്, ചെമ്പഴത്തിക്കടുത്തുള്ള അണിയൂർ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികള് മീറ്റ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രാചീന
മലയാളം, ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് പ്രാചീന മലയാളം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം, ശ്രദ്ധിക്കണം, മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറഞ്ഞിരിക്കുന്ന വർക്കില് അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗിന്റെ മോക്ഷപ്രദീപം എന്ന വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള മാം സ്ക്രീന് മോക്ഷപ്രദീപം. സ്ക്രീന് മാറുന്നില്ല മാം. സ്ക്രീൻ മാറുന്നില്ല, ഇപ്പോഴോ? സ്പീഡ് കൂടുതലാ. ഓക്കെ ആണ്, പക്ഷെ സ്പീഡിൽ പോകുന്ന സമയത്ത് ചില സ്ക്രീന് മാറുന്നില്ല. അപ്പോ ഒരു ചെറിയ മിസ്സിങ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുള്ള വർക്കാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അയ്യത്താൻ ഗോപാലനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയ്യത്താൻ ഗോപാലൻ, അയ്യത്താൻ ഗോപാലൻ കേട്ടിട്ടുണ്ടോ? ബ്രഹ്മസമാജം. യെസ്, ബ്രഹ്മസമാജം. പിന്നെന്താ കേട്ടിട്ടുള്ളത്? സുഗുണവഗ്നി. യെസ്, അയ്യത്താൻ ഗോപാലൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ 1888 ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ക്വാളിഫൈഡ് ലൈസൻസ് ഇൻ മെഡിക്കൽ കോഴ്സ് ഇൻ മലബാർ, LMS എന്ന് പറയും. ഇന്നത്തെ MBBS ഈക്വൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ലൈസൻസ് ഇൻ മെഡിക്കൽ കോഴ്സ്. അതായത് മലബാറിലെ LMS പാസ്സായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഈ അയ്യത്താൻ ഗോപാലൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പീരീഡ് 1861 to 1948 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഓർമ്മിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദാസർജി എന്ന പേരിലും അദ്ദേഹത്തിനെ അറിയുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ടൈറ്റിലാണ് റാവു സാഹിബ് അവാർഡ്. 1917 ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അവാർഡാണ് റാവു സാഹിബ് അവാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1924 അദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ മറ്റൊരു ബ്രാഞ്ച് ആലപ്പുഴയില് അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. 1924 അദ്ദേഹം ഇത് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മധർമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ ആണ്. അത് എഴുതിയിട്ടുള്ള ഒറിജിനൽ ബ്രഹ്മധർമ്മ എഴുതിയിട്ടുള്ളത് മിസ് പറയുന്നതൊന്നും സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ സ്ക്രീൻ കാണുന്നത്. യെസ്, ഞാൻ അഡീഷണൽ പോയിന്റ്സ് ആണ് പറയുന്നത്. ബുക്സ് ഉണ്ടായതുകൊണ്ട് ബുക്സിലൊന്ന് രേഖപ്പെടുത്താൻ പറ്റിയത്. ഓഡിബിൾ അല്ല. എന്താണ് പറഞ്ഞത് താഹിറ? പറയുന്ന കാര്യം ബുക്സിൽ ഉണ്ടല്ലോ, അപ്പൊ അതിലൊന്ന് രേഖപ്പെടുത്തിയാൽ ഉപകാരമായിരുന്നു. ഞാൻ അഡീഷണൽ പോയിന്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് 1-2 പോയിന്റ്സ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയാണ്. ഓക്കെ, സോ ബ്രഹ്മധർമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ ആണ്. അത് എഴുതിയിട്ടുള്ളത് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ അയ്യത്താൻ ഗോപാലനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭയുടെ ഫൗണ്ടർ ആണ് ആനന്ദ തീർത്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആനന്ദ തീർത്ഥനൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര കാണാൻ ഇതുവരെ കാണാറില്ല, എന്നിരുന്നാലും നമ്മൾ നോക്കണം. മറ്റൊന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെങ്കിൽ കാരാട്ട് ഗോവിന്ദ മേനോൻ. ഇവിടെ നമ്മൾ ഓരോ ലീഡേഴ്സിന്റെയും റിയൽ നെയിംസ് കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീ വിദ്യാ പോഷിണി, ഓക്കെ, അതായത് വുമൺ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്ത്രീ വിദ്യാ പോഷിണി എഴുതിയിട്ടുള്ളത്. 1882 1929 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1893 അദ്ദേഹം സിദ്ധ ആശ്രമം എന്ത് ചെയ്യുന്നുണ്ട്? ആലത്തൂരിൽ അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആലത്തൂർ സ്വാമി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു ലീഡറാണ് VK ഗുരുക്കൾ അഥവാ വാഗ്ഭടാനന്ദ എന്ന് പറഞ്ഞിരിക്കുന്നത്. വടകരയിൽ അദ്ദേഹം ആത്മവിദ്യാ സംഘം രൂപീകരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ എന്ത് ചെയ്യുന്നത്? ശിഷ്യനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ്.
1885 1939 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ സോഷ്യൽ റിഫോം സ്ട്രഗിൾസ് എടുക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഡോക്ടർ പൽപ്പു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ പൽപ്പു, അദ്ദേഹത്തെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. യെസ്, ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയുന്നത്? SNDP തുടങ്ങാനായിട്ട് ഈ ഡോക്ടർ പൽപ്പു, വാഗ്ബടാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ അകത്ത് ആത്മവിദ്യാസംഘം പോലെയുള്ളൊക്കെ ഇമ്പോർട്ടൻസ് അല്ലേ? അതെ അതെ അതെ, ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചാണ് സെലക്ട് ചെയ്ത് പറയുന്നത്. നമുക്ക് ഡോക്ടർ പൽപ്പു ഒക്കെ കുറച്ചുകൂടെ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. മിസ്, ഈ ഊരാളുങ്കൽ തുടങ്ങിയത് പൽപ്പു, ഡോക്ടർ പൽപ്പു അവരല്ലേ? അതെ 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 അതെ. പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവ പിന്നെ മലബാറിലെ നാരായണ ഗുരു, ശ്രീനാരായണ ഗുരു അങ്ങനെ അറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരു ഓഫ് മലബാർ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ശ്രീനാരായണ ഗുരു ഓഫ് മലബാർ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഈഴവ മെമ്മോറിയൽ സ്ഥാപിച്ചു. എന്താണ് കേൾക്കുന്നത്? എന്താണ്? വാഗ്ബടാനന്ദന് ഒട്ടനവധി വർക്കുകൾ ഉണ്ട്. ആത്മവിദ്യ, അതുപോലെ തന്നെ ആത്മവിദ്യ, ലേഖമാല, പ്രാർത്ഥന മഞ്ജരി, പ്രാർത്ഥനാഞ്ജലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈശ്വര വിചാരം, അങ്ങനെ കുറെ അധികം വർക്കുകൾ തന്നെ വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഡോക്ടർ പൽപ്പുവിലേക്ക് പോകുന്ന സാഹചര്യത്തില് ഡോക്ടർ പത്മനാഭൻ പൽപ്പു എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്. പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ട്രാവൻകൂർ ഈഴവ സഭ രൂപീകരിക്കുന്നതും അദ്ദേഹമാണ്. അപ്പൊ ഡോക്ടർ പൽപ്പുവിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോക്ടർ പൽപ്പു ആണ് SNDP രൂപീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. ആൻഡ് ചിന്നസ്വാമി എന്ന പേരില് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കുമാരനാശാനാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ, ഡോക്ടർ പൽപ്പുവിനെ സരോജിനി നായിഡു വിശേഷിപ്പിച്ചിട്ടുള്ളത് സൈലന്റ് റെവല്യൂഷണറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേരിലാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന രീതിയിലാണ് സരോജിനി നായിഡു ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 1903 മെയ് 15 രൂപീകരിച്ച SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടും ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്നുണ്ട്. മലബാറിലെ പ്രദേശങ്ങളെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരിക്കാൻ, യെസ്, പൽപ്പുവിനെ കുറിച്ചിട്ട് പറഞ്ഞതൊന്നും പറയൂ. കേൾക്കുന്നില്ല. പൽപ്പുവിനെ കുറിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ഒരു വിശേഷിപ്പിച്ച പേര് പറഞ്ഞില്ലേ? കേട്ടില്ല, ഓഡിബിൾ ആയില്ല കറക്റ്റ് ആയിട്ട്. പൽപ്പുവിന്റെ വിശേഷണാണോ ചോദിച്ചത്? അതെ 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 അതെ. സരോജിനി നായിഡു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സൈലന്റ് റെവല്യൂഷണറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന രീതിയിൽ. സൈലന്റ് റെവല്യൂഷണറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ. അതുപോലെ തന്നെ മലബാറിലെ പ്രദേശങ്ങളെ വ്യാവസായികവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹം മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിക്കുന്നുണ്ട്. ഡോക്ടർ പൽപ്പുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരനായിരുന്നു ആര്? ഡോക്ടർ പൽപ്പു എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയലിലെ പ്രധാനപ്പെട്ട നേതാവും ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടൊരു പോയിന്റ് ഞാൻ പറയട്ടെ. തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരില് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരില് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പേര് ശ്രദ്ധിക്കുക, തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരില്. മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പ്രത്യേകതയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ് മദ്രാസ് സ്റ്റാൻഡേർഡ്. അതില് തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ അദ്ദേഹം ആർട്ടിക്കിൾ അതായത് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവാസ് എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് റിട്ടി ലൂക്കോസ് ആണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവാസ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, റിട്ടി ലൂക്കോസ്, ആ പേരൊന്ന് ഓർമ്മിക്കുക, റിട്ടി ലൂക്കോസ്.
ദെൻ അടുത്ത ലീഡർ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ എന്ന് നിങ്ങൾ പോപ്പുലർലി കേട്ട പേരാണ്. റിയൽ നെയിം ചോദിക്കാം. റിയൽ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് കെ അയ്യപ്പൻ എന്നാണ് സഹോദരൻ അയ്യപ്പൻ അറിയപ്പെട്ടിട്ടുള്ളത്. 1889 1968 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ബിലോങ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് തീയ കമ്മ്യൂണിറ്റിയിലാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 1917 കേരള സഹോദര സംഘം അഥവാ സഹോദര സംഘം, അതുമല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ബ്രദർഹുഡ് എന്നും ചോദിക്കാം. 3 പേരുകളിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് ബ്രദർഹുഡ്, സഹോദര സംഘം, കേരള സഹോദര സംഘം. ഇത് മൂന്നും ഒരേ അസോസിയേഷൻ തന്നെയാണ്, ഒരേ ഓർഗനൈസേഷൻ തന്നെയാണ്. ആരംഭിച്ചിട്ടുള്ളത് കെ അയ്യപ്പൻ അഥവാ സഹോദരൻ അയ്യപ്പൻ 1917 ആരംഭിച്ചിട്ടുള്ളത്. സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ. 1919 മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണെന്ന് ഓർമ്മിക്കുക. 1919 ഓക്കെ. 1917 മെയ് 29 അദ്ദേഹം ഇന്റർ കാസ്റ്റ് ഡൈനിങ് ചെറായിൽ വെച്ചിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്റർ കാസ്റ്റ് ഡൈനിങ്. ഈ ഇന്റർ കാസ്റ്റ് ഡൈനിങ് ആണ് പിന്നീട് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. എന്താണ് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1928 സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചുള്ള ഒരു ജേണലാണ് യുക്തിവാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. യുക്തിവാദി അസോസിയേറ്റഡ് വിത്ത് കെ അയ്യപ്പൻ അഥവാ സഹോദരൻ അയ്യപ്പൻ. അതുപോലെ തന്നെ 1964 അദ്ദേഹം ശ്രീനാരായണ സേവിക സമാജം ആലുവയ്ക്ക് അടുത്ത് സ്ഥാപിക്കുന്നുണ്ട്. ശ്രീനാരായണ സേവിക സമാജം ആലുവയ്ക്ക് അടുത്ത് അദ്ദേഹം ആരംഭിക്കുന്നത് 1964. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫാദർ ഓഫ് മോഡേൺ മലയാളം ഒറേറ്ററി. പ്രാസംഗിക കലയുടെ പിതാവ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. സഹോദരൻ അയ്യപ്പൻ അറിയപ്പെട്ട പേരാണ് ഫാദർ ഓഫ് മലയാളം ഒറേറ്ററി. അടുത്തതാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ചേരനെല്ലൂരില്, എറണാകുളം ജില്ലയിലെ ചേരനെല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1885. 1939 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. സാഹിത്യ കുടീരം എന്ന വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ശ്രദ്ധിക്കുക, ഓരോ ലീഡേഴ്സും ജനിച്ച വീട്ടുപേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥലപ്പേരൊക്കെ നമുക്ക് പോപ്പുലർ ആയിട്ട് അറിയാം അല്ലെ, പക്ഷെ വീട്ടുപേരുണ്ട്. വീട്ടുപേര് നിർബന്ധമായിട്ടും പഠിക്കണം. സാഹിത്യ കുടീരം വീട്ടിലാണ് 1885 പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏർലി നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കരൻ എന്നാണ് അദ്ദേഹം ആദ്യകാലത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പണ്ഡിറ്റ് കറുപ്പന്റെ റിയൽ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടെത്തുപറമ്പിൽ പപ്പുക്കറുപ്പൻ എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നത്. എന്താണ്? കണ്ടെത്തുപറമ്പിൽ പപ്പുക്കറുപ്പനാണ് ഈ പണ്ഡിറ്റ് കറുപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ളൊരു പോയിന്റ് ആണ്. 1907 അദ്ദേഹം അരയ സമാജം, അതായത് ധീവര കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം 1907 ആരംഭിച്ചതാണ് അരയ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നത്. അരയ സമാജം. അതുപോലെ തന്നെ 1912 അദ്ദേഹം കല്യാണദായിനി സഭ രൂപീകരിക്കുന്നുണ്ട്. കല്യാണദായിനി സഭ. പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മ വരുന്ന ഒരു പോയിന്റ് ആണ് കൊച്ചി കായൽ സമ്മേളനം. 1913 ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചി കായൽ സമ്മേളനം നടക്കുന്നത്. കൊച്ചി കായൽ സമ്മേളനം. 1922 അദ്ദേഹം അരയ മഹാസഭയും രൂപീകരിക്കുന്നുണ്ട്. അരയ മഹാസഭയും പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ രൂപീകൃതമാകുന്നുണ്ട്. അടുത്തതാണ് ടി കെ മാധവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട ലീഡർ ആയിരുന്നു ടി കെ മാധവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാക്കിനാടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി കൂടെയായിരുന്നു ടി കെ മാധവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു റെസല്യൂഷൻ അദ്ദേഹം പ്രസന്റ് ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തൊട്ടടുത്ത വർഷമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നതും. ഓക്കെ. അടുത്ത പ്രധാനപ്പെട്ട ലീഡറാണ് വക്കം മൗലവി എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാനേ പറ്റുള്ളൂ. എക്സാം അടുത്തതാണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. നോക്കാം.
വക്കം മൗലവി എന്ന് പറയുന്നത് അദ്ദേഹം ഫാദർ ഓഫ് മുസ്ലിം റിനൈൻസൻസ് ഇൻ കേരള എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പൂന്ത്രാൻ വിളം വീട്, അതായത് പൂന്ത്രാൻ വിളാകം വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ശ്രദ്ധിക്കുക, പൂന്ത്രാൻ വിളാകം വീട്ടിലാണ് വക്കം മൗലവി ജനിക്കുന്നത്. 1904 അദ്ദേഹം തിരുവിതാംകൂർ മുസ്ലിം ജനസഭ രൂപീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ മുസ്ലിം ജനസഭ രൂപീകരിക്കുന്നത് 1904 1905 ജനുവരി 19 അദ്ദേഹം സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. അഞ്ചുതെങ്ങിലാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ളയാണ് ആദ്യത്തെ എഡിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് രാമകൃഷ്ണ പിള്ള ഇതിന്റെ എഡിറ്റർ ആവുന്നത് 1906 ജനുവരി 17 ശ്രദ്ധിക്കുക, സ്വദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രാമകൃഷ്ണ പിള്ളയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയും, എന്നാൽ രാമകൃഷ്ണ പിള്ള ഇതിന്റെ എഡിറ്റർ ആവുന്നത് 1906 ജനുവരി 17 കൂടിയാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് ഓർമ്മിക്കുക. അടുത്ത ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് K കേളപ്പനാണ്. K കേളപ്പൻ കേരള ഗാന്ധി എന്ന പേരിലും K കേളപ്പൻ അറിയപ്പെടുന്നുണ്ട്. K കേളപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോൾട്ട് സത്യാഗ്രഹ അല്ലെ, അഥവാ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് K കേളപ്പനുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന പോയിന്റ്. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റും ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റുമായിട്ടും K കേളപ്പൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടും K കേളപ്പൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് K കേളപ്പൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് KPCCയുടെ പ്രസിഡന്റ് കൂടെയായിരുന്നു K കേളപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് KPCCയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു K കേളപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവോദയ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആയിട്ടും K കേളപ്പൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ഇവരൊക്കെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ, അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ട്രാവൻകൂർ മെമ്മോറിയൽ എന്ന പേരിലും മലയാളി മെമ്മോറിയൽ അറിയപ്പെടുന്നുണ്ട്. ഇത് ഈ മെമ്മോറിയൽ അല്ലെങ്കിൽ ഇതൊരു പെറ്റീഷൻ ആണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ മുന്നിലാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ഇത് മഹാരാജ ശ്രീമൂലം തിരുനാളിന് മുൻപാകെ 1891 ജനുവരി 1 സബ്മിറ്റ് ചെയ്യുന്നത്. ഈ മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു T രാമറാവു എന്ന് പറഞ്ഞിരിക്കുന്നത്. T രാമറാവു ആണ്. 1891 അതുപോലെ തന്നെ GP പിള്ളയാണ് ഈ ഒരു മെമ്മോറിയൽ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് GP പിള്ള എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മലയാളി മെമ്മോറിയലിന്റെ സമയത്ത് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള ഒരു, അതായത് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഈ സമയത്ത് GP പിള്ള ഉയർത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ലിറ്റററി ഫിഗർ ആയിട്ടുള്ള CV രാമനായിരുന്നു. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, 3 ഇൻഡിവിജ്വൽസിനെ നമ്മൾ പഠിക്കണം. ഒന്നാമത്തത് ആദ്യത്തെ ഒപ്പുകാരനാണ് KP ശങ്കരമേനോൻ, രണ്ടാമത്തെ ഒപ്പുകാരനാണ് GP പിള്ളൈ, മൂന്നാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു. ആദ്യത്തെ 3 ഒപ്പുകാരുടെ പേര് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഏർലി നോട്ടിന്റെ ലീഗൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ മലയാളി മെമ്മോറിയൽ പ്രിപ്പയർ ആകുന്നത്. ഈ മലയാളി മെമ്മോറിയലിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ആയിട്ട് ഒരു കൗണ്ടർ മെമ്മോറിയലും കൂടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് സബ്മിറ്റ് ചെയ്യുന്നത് 1891 ജൂൺ 3 ഈ കൗണ്ടർ മെമ്മോറിയലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. ഈ കൗണ്ടർ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ചെങ്കോട്ട രാമയ്യറും അതുപോലെ തന്നെ രാമനാഥ റാവുവും കൂടിയാണ്. ഈ മലയാളി മെമ്മോറിയൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതും ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ പൽപ്പു ആണ് ഈ ഈഴവ മെമ്മോറിയലിന്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീമൂലം
തിരുനാൾ മഹാരാജാവിനാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കര സുബ്ബയ്യർ ആണ് ഇതിലെ ദിവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ലീഡർ ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ പൽപ്പു ആണ്. പക്ഷെ ഈ മെമ്മോറിയൽ തീർച്ചും അവര് റിജക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതിന് കൂടെ എന്ത് ചെയ്യുന്നത്, രണ്ടാമത് വീണ്ടും ഒരു ഇഴവ മെമ്മോറിയൽ എന്ത് ചെയ്യുന്നുണ്ട്, 1900 പൽപ്പുവിനെ നേതൃത്വത്തിന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ലോർഡ് കേഴ്സൺ ആയിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. ലോർഡ് കേഴ്സൺ ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് തിരുവിതാംകൂർ കിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തന്നെയായിരുന്നു. പക്ഷെ കേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെമ്മോറിയൽ തള്ളിക്കളയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് കല്ലുമാല സമരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, പുലയ ആ ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അജിറ്റേഷൻ ആയിരുന്നു ഈ കല്ലുമാല സമരം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1915 ഒക്ടോബർ 24 കല്ലുമാല സമരം. മറ്റൊന്നാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1932 ഈഴവരും ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ലെജിസ്ലേച്ചറിൽ റെപ്രസെന്റേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രഗിൾ ആണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് നമ്മൾ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇന്ത്യയില് ആദ്യമായിട്ട് അൺടച്ചബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഓർഗനൈസ്ഡ് സ്ട്രൈക്ക് ആയിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം എന്ന് പറയുന്നത് നമുക്കറിയാം, വൈക്കം ടെമ്പിള് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ട്രാവൻകൂർ ദിവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടി രാഘവയ്യയായിരുന്നു. ശ്രദ്ധിക്കുക, ട്രാവൻകൂർ ദിവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടി രാഘവയ്യയായിരുന്നു. തിരുവിതാംകൂറിലെ രാജാവ് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന തുടക്ക സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. ഈ സത്യാഗ്രഹത്തിന്റെ അവസാന വേളയാകുമ്പോഴേക്കും രാജാവ് മാറുന്നുണ്ട്. അത് പിന്നീട് റാണി സേതുലക്ഷ്മി ബായി ആണ് പിന്നീട് അധികാരത്തില് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹ ദിവസത്തെ 3 സത്യാഗ്രഹികളെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒന്ന് കുഞ്ഞപ്പി, അതുപോലെ തന്നെ ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ. ഈ 3 പേരുകളും നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. അതുപോലെ തന്നെ MS വാട്സ് ആയിരുന്നു ഈ വൈക്കം സത്യാഗ്രഹ സമയത്തെ അവസാന സമയത്തെ തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ TK മാധവനാണ് പ്രധാനപ്പെട്ട നേതാവെന്ന് നമ്മൾ ഓർമ്മിക്കണം. ഓക്കെ, അടുത്തതായിട്ട് ഉള്ളത് ഗുരുവായൂർ സത്യാഗ്രഹയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കേളപ്പനാണ് പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ NP ദാമോദരൻ നായരും മന്നത്ത് പത്മനാഭനും കൃഷ്ണപിള്ളയും അങ്ങനെ ധാരാളം ലീഡേഴ്സും കൂടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു കേളപ്പൻ. അതുപോലെ തന്നെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന പേരിൽ അറിയപ്പെട്ടുള്ളത് AKG ആണ്, അഥവാ AK ഗോപാലനാണ് വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് പേരുകൾ നമ്മൾ ഓർമ്മിക്കണം. അതുപോലെ തന്നെ കേളപ്പൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മാർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നു. കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, മാർച്ചൊക്കെ കണ്ടക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സാമൂതിരിയുടെ അല്ലെങ്കിൽ സാമൂറിന്റെ കയ്യിലായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് പ്രധാനപ്പെട്ട ഒരു വുമൺ ലീഡർ ആയിരുന്നു ആര്യ പള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആര്യ പള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വുമൺ ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സത്യാഗ്രഹ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പോലീസ് ഫിസിക്കലി AK ഗോപാലൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് അസാൾട്ട് സംഭവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഉപവാസം ആരംഭിക്കുകയാണ്, നിരാഹാരം അദ്ദേഹം ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു 12 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഗാന്ധിജിയുടെ റിക്വസ്റ്റ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഉപവാസം അവസാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ്
ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്നെ അതിനുശേഷം നമുക്ക് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്ര പ്രവേശന വിളംബരം. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും, അതായത് കൊച്ചി, മലബാർ, ട്രാവൻകൂർ, ഈ 3 സ്ഥലങ്ങളിലും പ്രത്യേകം സമയത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം ട്രാവൻകൂറിൽ 1936 നവംബർ 12, കൊല്ലവർഷം 1112 തുലാം 12-നാണ് പുറപ്പെടുവിക്കുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർമ്മിക്കുക. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ മലബാറിൽ നടക്കുന്നത് 1947 ജൂൺ 2-നും, എന്നാൽ കൊച്ചിയിൽ നടക്കുന്നത് 1947 ഡിസംബർ 20-നുമാണെന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഇത്രയും ലീഡേഴ്സ് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വുമൺ ലീഡേഴ്സ് ആണ് ആര്യ പള്ളം, പാർവതി നെന്മേനി മംഗലം, AV കുട്ടിമാളു അമ്മ, അക്കാമ്മ ചെറിയാൻ, അന്നാചാണ്ടി എന്ന് പറയുന്ന ലീഡേഴ്സ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട റിനൈൻസൻസിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സും സ്ട്രഗിൾസും അതുപോലെ തന്നെ വുമൺ ലീഡേഴ്സും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമുക്ക് ലാസ്റ്റ് ലാപ്പിൽ നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ബാക്കി നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടോ? എനി ഡൗട്ട്? മിസ് PYQs ഇല്ല? എങ്ങനെ? PYQs ഇല്ല? PYQ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇതിപ്പോ പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഭയങ്കര ലെങ്ത് ആവും. അത്ര ഒരു ലെങ്ത് ആവാത്തത് കൊണ്ടാണ് കുറേ പോയിന്റ്സുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം പറഞ്ഞത്. PYQ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കൺസ്യൂം സോ മച്ച് ടൈം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, താങ്ക് യു.